ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതോ പണ്ടത്തെ പോലെ ആൾക്കാർ പറയും പോലെ രണ്ടാളും കൂടി പങ്കിട്ടെടുക്കാൻ പറയൂ? ഹാ, നിന്റെ കുടുംബത്തിന്റെ സംസ്കാരം വെച്ച് അങ്ങനെ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി ഭംഗിയായി പൂർത്തിയാക്കിയെന്നൊരു നിരീക്ഷണം കോടതിയിൽ നിലനിൽക്കുമ്പോഴും തുടരന്വേഷണത്തിലും പൂർണ്ണമായ തെളിവുകൾ ഹാജരാക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഭാഗത്ത് നിൽക്കുന്ന ജീവൻ ഒരു മാനസിക രോഗിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ജീവന്റെ മാനസിക വിഭ്രാന്തിയുടെ കാലയളവും അയാളെ ചികിത്സിച്ച ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിൽ നിന്നും കോടതി ഒരു നിഗമനത്തിലെത്തുന്നു. കുടുംബപരമായ സമ്മർദ്ദങ്ങൾ ജീവനെ ബാധിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞോ അറിയാതെയോ ജീവന് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ അതിന് കാരണക്കാരായിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിക്കുന്നു. ആയതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായ തെളിവുകളില്ലാത്തതിന്റെയും പേരിൽ ഒരു മാനസിക രോഗി എന്ന പരിഗണനയിലും ജീവനെ മോചിപ്പിക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. ജയിൽ നടപടികൾക്ക് ശേഷം ജീവനെ മോചിപ്പിക്കാവുന്നതാണ്. വീണേ, ഓ താങ്ക്സ് ഉണ്ട് കേട്ടോ. ജയിലിലെ നടപടികൾ പൂർത്തിയാക്കിയാലേ ഞാൻ വരും ആഘോഷങ്ങൾ തുടങ്ങാൻ. പിന്നല്ലാതെ. സാറേ പോവാം. പോട്ടെ ഹരിയേട്ടാ, ഒന്നിനു പുറകെ ഒന്നൊന്നായി വിജയങ്ങൾ വരുമ്പോ ചിലപ്പോ അഹങ്കരിച്ചു പോയി എന്നൊക്കെ പറയുന്ന കേക്കാം. പക്ഷേ എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. ഹരിയേട്ടന്റെ ഈ അവസ്ഥയിൽ സഹതാപം മാത്രമേ ഉള്ളൂ. ആ, ഹരിയേട്ടനല്ലേ ഇനി അനുഭവിക്കാൻ പോകുന്നത്. ഹരി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം.
പോവാം ഹരി, വാ. സുജാത, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു. ജീവന് പുറത്തിറക്കണമെന്ന് എനിക്ക് വാശിയായിരുന്നു. ഒരിക്കൽ എനിക്ക് അർഹതപ്പെട്ട തറവാട്ടിൽ നിന്നും നിങ്ങൾ കാരണം അവരെല്ലാം കൂടി എന്നെ പുറത്താക്കി. ഇന്നീ കോടതിയിൽ നിന്നും നിങ്ങളുടെ മകനെ ഞാൻ പുറത്തിറക്കി. സൂക്ഷിക്കണം, ജീവനൊരു മാനസിക രോഗിയാണ്. നമുക്ക് പോവാം. ഓ, വെറുതെ വിട്ടാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. മനു അവിടുന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതല്ലാതെ ആ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെ അന്തസ്സിന് ചേരുകയുമില്ല. ആ, ഞാൻ പിന്നെ വിളിക്കാം. അറിഞ്ഞില്ലേ, നിന്റെ ആങ്ങളെ കോടതി വെറുതെ വിട്ടു. പോകുന്നുണ്ടോ ആഘോഷിക്കാൻ? കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ എന്തായാലും തിരിച്ചു വന്ന് കേറുമല്ലോ. അല്ല, അവന്റെ ഭാര്യയെ തിടുക്കപ്പെട്ട് വേറൊരുത്തിന് കല്യാണം കഴിച്ച് കൊടുത്തല്ലോ. അതിപ്പോ എങ്ങനാ? നിന്റെ അമ്മ സ്വന്തം മകന് അവളെ തിരിച്ചു കൊടുക്കോ, അതോ പണ്ടത്തെ പോലെ ആൾക്കാര് പറയും പോലെ രണ്ടാളും കൂടി പങ്കിട്ടെടുക്കാൻ പറയൂ? ഹാ, നിന്റെ കുടുംബത്തിന്റെ സംസ്കാരം വെച്ച് അങ്ങനെ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അമ്മയുടെ പ്രശ്നം എന്താ? നേരം വെളുത്തപ്പോ മുതൽ ഞാനിത് കേൾക്കുന്നതാ. ആരെങ്കിലും ഒരാൾ അമ്മയെ വിളിച്ച എന്നെ എന്റെ കുടുംബത്തെ കുറിച്ചുള്ള കുറ്റമല്ലാതെ അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലേ? എന്റെ കുടുംബം ഇങ്ങോട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ?